നമസ്കാരം. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആരാണ് ജെഫ്രി എപ്സ്റ്റീൻ? ആരാണ് ജെഫ്രി എപ്സ്റ്റീൻ? എപ്സ്റ്റീനെ കുറിച്ച് നമ്മൾ നിരന്തരം ഇപ്പോൾ ടി വിയിലൊക്കെ കാണാൻ തുടങ്ങി. ആരാണ് ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറഞ്ഞ് ഇദ്ദേഹം ആരാണ്? എപ്സ്റ്റീൻ എന്നാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ജെഫ്രി എന്നുള്ള അദ്ദേഹത്തിൻ്റെ പേരാണെങ്കിലും ജെഫ്രി എപ്സ്റ്റീൻ എന്നുള്ള പേരിൽ ആണെങ്കിൽ പോലും എപ്സ്റ്റീൻ എന്നാണ് കൂടുതൽ ഇദ്ദേഹം അറിയപ്പെടുന്നത്. അമേരിക്കയിലെ മുതൽ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന അമേരിക്കയിലെ ഇപ്പോഴത്തെ പ്രസിഡൻറ്റിൻ്റെ ശൈശവകാലം മുതലേയുള്ള കൂട്ടുകാരൻ, അമേരിക്കയുടെ പ്രസിഡൻ്റ് ആകുന്നതിന് മുമ്പ് 10 വർഷം മുമ്പ് അദ്ദേഹം ആ ബന്ധം അങ്ങ് ഉപേക്ഷിച്ചു. അതുപോലെ തന്നെ ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ, ബ്രിട്ടൻ മുതൽ സൗദി അറേബ്യ മുതൽ അങ്ങനെ പല രാജ്യങ്ങൾ, നോർവേ രാജ്യങ്ങൾ വരെ, ഈ രാജ്യങ്ങളിലെ രാജാക്കന്മാരുമായിട്ടും നല്ല സൗഹൃദത്തിനപ്പുറം പല ടെക് ഭീമന്മാരുമായിട്ടും സൗഹൃദം, നല്ല സൗഹൃദങ്ങൾക്കപ്പുറം വലിയ കഥകളും പറയാനുണ്ട്. അമേരിക്കയിലെ നീതിന്യായ കോടതി ഒരു പീഡന കേസിൽ ഇദ്ദേഹത്തെ ശിക്ഷിച്ചപ്പോഴാണ് കൂടുതൽ സത്യങ്ങൾ ഓരോന്നായി പുറത്തോട്ട് വരുന്നത്. ശരിക്കും എന്താണ് അവിടെ സംഭവിച്ചത്? 36-40 പെൺകുട്ടികൾ, ആ പെൺകുട്ടികൾ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, 13-10 പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ കൂടുതലും. ഇവരെ ഒരു ദ്വീപ്, സ്വന്തമായി ഒരു ദ്വീപ് വാങ്ങി ആ ദ്വീപിൽ ഇവരെ താമസിപ്പിച്ച് ലോകത്തിലെ ഉന്നതരായിട്ടുള്ള ഭരണകർത്താക്കൾ, പ്രസിഡന്റുമാർ, ഗവർണർമാർ, അമേരിക്കയിലെ സ്റ്റേറ്റ് സെക്രട്ടറി മുതൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലിരിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരും ഇദ്ദേഹത്തിൻ്റെ സൗഹൃദ വലയത്തിലും മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ രഹസ്യ ദ്വീപിലേക്ക് ക്ഷണിക്കപ്പെട്ട അതിഥികളുമാണ്. നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട ഒരു ബീച്ചാണ് ഇദ്ദേഹത്തിൻ്റെ ബീച്ച് എന്ന് പറയുന്നത്, പാം ബീച്ച് എന്ന് പറയും. ഈ പാം ബീച്ച് ഇദ്ദേഹം വാങ്ങി അവിടെ കുറേ ക്യാമറകളൊക്കെ വെച്ച് കുറേ അംഗരക്ഷകരും ഗുണ്ടകളും അതുപോലെ തന്നെ ഒരുപാട് പേരെയും ഇത് നടത്തിക്കാൻ വേണ്ടി വെച്ച് വമ്പൻ സെറ്റപ്പിൽ തുടങ്ങി. രാജ്യത്തിലെ പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വിമാനം ചാർട്ട് ചെയ്ത് അമേരിക്കയിലേക്ക് വന്നു. അതും സാധാരണക്കാരല്ല, പ്രസിഡന്റുമാർ, രാജാക്കന്മാർ, ഇവരുമായിട്ട് മാത്രമാണ് അദ്ദേഹത്തിന് സൗഹൃദം. എന്തിന്, നമ്മുടെ റൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞ അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് പോലും ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരനാണ്. ഇവർക്കെല്ലാം ഈ 13-14 വയസ്സുള്ള പെൺകുട്ടികളെ ഈ കൊട്ടാരത്തിൽ കാഴ്ചവെക്കുകയായിരുന്നു ചെയ്തത്. ഈ പെൺകുട്ടികളെ സ്പായിലേക്കും അതുപോലെ മറ്റിതിലേക്കും വശീകരിച്ചു കൊണ്ടുവന്ന് ലക്ഷങ്ങളും കോടികളും പണം കൊടുത്ത് ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഈ വരുന്ന അതിഥികൾക്ക് പങ്കുവെച്ച് ലൈംഗികതയുടെയും ലാസകത്തിൻ്റെയും വലിയൊരു ലോകം തീർക്കുകയായിരുന്നു അവിടെ. ഓരോ കുട്ടികൾ ഇദ്ദേഹത്തിൻ്റെ കെണിയിൽപ്പെടുമ്പോൾ ആ കുട്ടികൾക്ക് കൂടുതൽ പണം കൊടുത്ത് അവരെ മയക്കി അവരുടെ കൂട്ടുകാരെ പോലും ഈ നീചമായ പ്രവൃത്തിക്ക് വേണ്ടി കണ്ടെത്തുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. അങ്ങനെ കോടതി ഇദ്ദേഹത്തെ ശിക്ഷിച്ചു. ഒരാൾ പോലും സാക്ഷി പറയാനോ തങ്ങളുടെ അനുഭവം തുറന്നു പറയാനോ വന്നില്ല. അതുമാത്രമല്ല, അമേരിക്കയിലെ ഗവൺമെൻറ് ഈ കാര്യങ്ങളെല്ലാം മറച്ചു വെക്കുകയും അമേരിക്കയുടെ ഉന്നത തലപ്പത്തിരിക്കുന്ന എല്ലാവരും തന്നെ ഇതിലൊരു ഭാഗമാണെന്ന് തെളിയുകയുണ്ടായി. ഇദ്ദേഹത്തെ കോടതി ശിക്ഷിച്ചതാണെങ്കിൽ വെറും 1.5 വർഷം മാത്രം. ഈ 1.5 വർഷത്തിന് ജയിലിലേക്ക് പോയ ഇദ്ദേഹം ജയിലിൻ്റെ ഉള്ളിൽ വെറും ഒരു മാസം ശിക്ഷ വിധിച്ച് 1 മാസം ജയിലിൽ കിടന്ന് ആ 1 മാസത്തിനുള്ളിൽ ഇദ്ദേഹം തൂങ്ങി മരിച്ചതായി റിപ്പോർട്ട് വന്നു. തൂങ്ങി മരിച്ചതായി ഇന്ന് ഈ ലോകത്തെ മുഴുവൻ വിശ്വസിപ്പിച്ചു. എന്തായിരിക്കും അവിടെ സംഭവിച്ചത്? അമേരിക്ക ഭരിക്കുന്ന പ്രസിഡന്റ് മുതൽ അതുപോലെ തന്നെ മറ്റ് സൗദി, അതുപോലെ തന്നെ ആൻഡ്രൂസ് രാജാവിനെ കുറിച്ചല്ല, ആൻഡ്രൂസ് മൗണ്ട് ബാറ്റൻ എന്ന് പറയും. ആൻഡ്രൂസ് മൗണ്ട് ബാറ്റൻ എന്ന് പറഞ്ഞ് 2025 അദ്ദേഹത്തിൻ്റെ സ്ഥാനങ്ങളെല്ലാം തിരിച്ചെടുത്തു രാജാവ്. അവിടുത്തെ ബ്രിട്ടീഷ് അവിടെ രാജഭരണമാണ്. അവിടുത്തെ പുള്ളിയുടെ എല്ലാ പദവികളും അദ്ദേഹത്തെ കൊണ്ട് ഒഴിവാക്കി അയാളിപ്പോൾ ഒരു സ്വകാര്യ ഹോട്ടലിൽ താമസിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നിരവധിയായിട്ടുള്ള ആളുകൾ ഇതിൽ പങ്കാളികളായി. അതും ചെറിയ പ്രായമുള്ള 13-12 വയസ്സുള്ള കുഞ്ഞുങ്ങളെ കൊല്ലുകയും ഒരുപാട് കുഞ്ഞുങ്ങളെ അവിടെ കൊന്ന് കുഴിച്ചു മൂടുകയും ഒരു പെൺകുട്ടിക്ക് പോലും അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിലാണ് അതിൻ്റെ ആ ദ്വീപിൻ്റെ ഘടന തന്നെ. 2019 ഇദ്ദേഹത്തിൻ്റെ തൂങ്ങി മരിക്കുകയായിരുന്നു ഇദ്ദേഹം ചെയ്തത്. ഇദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ചെയ്യാൻ, മരണം സ്ഥിരീകരിക്കാൻ വേണ്ടി വന്ന പാത്തോളജിസ്റ്റ് മൈക്കിൾ എന്ന് പറയുന്നൊരു ഡോക്ടർ
അവിടെ വന്ന് പരിശോധിച്ചപ്പോൾ കണ്ടത് ഞെട്ടിപ്പോയി. ഇദ്ദേഹം ഒരു തൂങ്ങി മരണത്തിലല്ല മരിച്ചത്, മറിച്ച് ഒരു ഭരണകൂടവും അവിടുത്തെ ആളുകളും ചേർന്ന് ഇദ്ദേഹത്തെ ഒന്ന് കെട്ടിത്തൂക്കി. കാരണം അവർ പേടിക്കുന്ന പലതുമുണ്ട്. അദ്ദേഹം തന്നെ ഫയലുകളാക്കി ഒരുപാട് രഹസ്യങ്ങൾ, ഈ ലോകരാജ്യത്തെ മുഴുവൻ നേതാക്കന്മാരുടെയും വീഡിയോകളും ചിത്രങ്ങളും അവർ ലൈംഗികതയിൽ ഏർപ്പെടുന്നത് കംപ്ലീറ്റ് ഒരു ഫയലാക്കി അയാൾ സൂക്ഷിച്ചിരുന്നു, വീഡിയോ ആക്കി അയാൾ സൂക്ഷിച്ചിരുന്നു. കോടതിയിൽ അദ്ദേഹത്തിൻ്റെ ഫയലുകൾ ഹാജരാക്കി, അയാൾ സൂക്ഷിച്ചു വെച്ച ഫയലുകളും മറ്റും ഹാജരാക്കിയിരുന്നു. 3 ലക്ഷത്തിലധികം കോപ്പികൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായി. 3 ലക്ഷം. ഇത് കോടതികൾക്ക് പോലും ഒരു തെളിവ് പോലും കിട്ടാത്തൊരവസ്ഥ ഉണ്ടാകുകയും, കാരണം ഇരകൾ ആരും തന്നെ ഇതിന് വന്ന് അവന് മൊഴി കൊടുക്കാൻ തയ്യാറാകാത്ത വിധത്തിൽ ഈ ജെഫ്രി എപ്സ്റ്റീനെ പേടിച്ചിരുന്നു. കാരണം അതുപോലത്തെ ഭീകരമായ അവസ്ഥയാണ്. ഒത്തിരി കിങ്കരന്മാരും ഗുണ്ടാ പടകളും പണവും സ്വാധീനവുമുള്ള ആൾബലവുമുള്ള ജെഫ്രീനെ എതിർക്കാൻ അമേരിക്കയിൽ ഒരു ശക്തിക്ക് പോലും കഴിയുമായിരുന്നില്ല. അങ്ങനെ ഒരു കേസിൽ അദ്ദേഹത്തെ പിടിക്കപ്പെട്ടപ്പോഴാണ് മറ്റു 36 കുഞ്ഞു കുട്ടികൾ ഇതിൽ ഉൾപ്പെട്ട 13-14 വയസ്സായ 36 കുട്ടികളെ ഇതിൻ്റെ വിക്ടിമായിട്ടൊന്നും ഒരാൾ തുറന്നു പറയുകയുണ്ടായി. അങ്ങനെയാണ് ഈ പുറം ലോകം ഈ വിവരം അറിയുന്നത് തന്നെ. അന്നേരത്തേക്കും തന്നെ ഈ ലോകരാജ്യങ്ങളിലെ മിക്ക ഭരണകർത്താക്കളും ഇദ്ദേഹത്തിൻ്റെ ക്ഷണിതാക്കളായി, ഇദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വലയത്തിൽപ്പെട്ടു. അമേരിക്കൻ പ്രസിഡന്റ്, മുൻ അമേരിക്കൻ പ്രസിഡന്റുമാരായവരും മുൻപുണ്ടായിരുന്ന അമേരിക്കൻ പ്രസിഡന്റുമാർ മുതൽ അങ്ങനെ പല ലോകത്തിലെ പല രാജാക്കന്മാരും, സൗദിയിലെ കിരീട അവകാശികൾ മുതൽ പല രാജാക്കന്മാർ വരെയും, പല പ്രസിഡന്റുമാർ, ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള പ്രസിഡന്റുമാർ വരെയും ഇദ്ദേഹത്തിന് ക്ഷണം സ്വീകരിച്ച ആ ദ്വീപിൽ പോയി. ആ ദ്വീപിൽ പുറംലോകമറിയാത്ത വലിയ കഥകളാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. സെക്സിൻ്റെയും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒരു കേന്ദ്രം. ദിവസങ്ങളും അതിഥികളെ അവിടെ താമസിപ്പിച്ച് ഹരം കൊള്ളിക്കുന്ന എപ്സ്റ്റീൻ്റെ കൂർമ്മബുദ്ധി, കോടികളുടെ ബിസിനസ് സാമ്രാജ്യം, കോടികൾ ഒഴുകുകയാണ്. കാരണം ഈ രാജാക്കം ഒരിക്കലും ഒരു കരാർ ഒപ്പിട്ടിട്ടാണ് അവിടെ ഇതിനകത്തെ പരിപാടികൾ അറിയുന്നത്. ലോകത്തിലെ വിവിധ നേതാക്കന്മാരായാലും രാജാക്കന്മാരായാലും അവിടെ വന്നു കഴിഞ്ഞാൽ അവരൊരു ധാരണാപത്രത്തിൽ ഒപ്പിട്ടുണ്ട് കണ്ടാണ് എപ്സ്റ്റീൻ്റെ മുമ്പിൽ. എപ്സ്റ്റീൻ ഇതെല്ലാം ഫയലുകളായി സൂക്ഷിക്കുകയുണ്ടായി. അങ്ങനെ എപ്സ്റ്റീനെ പിടിക്കപ്പെട്ടപ്പോഴാണ് ഈ എപ്സ്റ്റീൻ സൂക്ഷിച്ച രേഖകളും ഫയലുകളും ഇവർ പിടിച്ചെടുത്തത്. എപ്സ്റ്റീൻ സ്വയം സുരക്ഷയ്ക്കായി ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുമെന്ന് ഇവരാരും വിചാരിച്ചില്ല. അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപിൻ്റെ മക്കളും മകളും എല്ലാം, മെലാന ട്രംപ് മുതൽ ഇദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളും അടുത്ത പാർട്ടികളിൽ പോലും, ഇദ്ദേഹം ഒരുപാട് പാർട്ടികൾ പല സ്ഥലത്തും നടത്തുകയുണ്ടായി. ആ പാർട്ടികളിലൊക്കെ അമേരിക്കയുടെ വിവിധ സെക്രട്ടറിമാർ എല്ലാം പങ്കെടുക്കുകയുണ്ടായി. അവിടെ നടക്കുന്നതൊക്കെ പുറം ലോകം അറിയാത്ത ഈ കഥകളാണ്. ലൈംഗികതയുടെയും മയക്കുമരുന്നിൻ്റെയും കച്ചവടങ്ങൾ. മറ്റൊരു വിഷയമായി ഇനി കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.